Hi everyone, welcome back to Xylem JEEnius channel. നമ്മുടെ JEE 2025 പരീക്ഷ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് 2025 JEE എഴുതുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ്, അതേപോലെ അവരുടെ പാരൻസിൻ്റെ അടുത്താണ്. കഴിഞ്ഞ ഒരു മാസം ഞാൻ കേരളത്തിൽ മുഴുവനുള്ള സൈലത്തിൻ്റെ ഹൈബ്രിഡ് സെൻറ്ററുകൾ വിസിറ്റ് ചെയ്യുകയും ആ കുട്ടികളടുത്ത് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അതിന് മുന്നുള്ള മാസങ്ങളിൽ പല വെബിനാറുകൾ കൂടെ നമ്മളുടെ ഓൺലൈനായിട്ട് കുട്ടികളടുത്തും ഇൻട്രാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പാരൻസും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഞാനൊന്ന് റീഇറ്ററേറ്റ് ചെയ്യാൻ കൂടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ നിങ്ങളെ പാരൻസിനെയും കൂടി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കേൾപ്പിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. IIT മദ്രാസിൽ 2007 ജോയിൻ ചെയ്തു, 2012 ഗ്രാജുവേറ്റ് ചെയ്യുകയും അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി. പിന്നെ ആ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ടീച്ചിങ്ങിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് JEE എഴുതുന്നത് ഏകദേശം ഒരു 20 കൊല്ലം മുമ്പ് ഒക്കെയാണ്. അതിന് മാത്രം ആളുകൾ JEE കുറിച്ചൊന്നും കേൾക്കാത്തൊരു സമയത്താണ് ഞാൻ JEE എഴുതുന്നത്. ആദ്യ തവണ ഞാൻ JEE എഴുതിയപ്പോൾ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കേരള എൻട്രൻസിന് കേരളത്തിലുള്ള ഏത് എഞ്ചിനീയറിംഗ് കോളേജിലും ഏത് ബ്രാഞ്ചും കിട്ടുന്ന നല്ലൊരു റാങ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് IITയിൽ തന്നെ എത്തണം, ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം എന്നുള്ളൊരു സ്വപ്നം വളരെ മുന്നേ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നില്ല, പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു തവണയും കൂടിയും ഇനി എനിക്ക് IITക്ക് വേണ്ടി ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ബാക്കിയുണ്ടല്ലോ, ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചോട്ടെ. അപ്പോൾ എൻ്റെ പാരൻസ് അതിന് അപ്പം തന്നെ സമ്മതം തരികയാണ് ചെയ്തത്. അതേസമയം ബാക്കി കേട്ടവരൊക്കെ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ചെയ്തത്. കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുറ്റുമുള്ള നാട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിക്കോട്ടെ, അവർക്ക് പറഞ്ഞത് മണ്ടത്തര. കാരണം എന്താണ്, കേരളത്തിലെ ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലും ഏറ്റവും നല്ല സീറ്റ് കിട്ടാനുള്ള റാങ്ക് കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഒരു കൊല്ലം IITക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അതും കിട്ടുമോ കിട്ടില്ലേ എന്ന് ഉറപ്പില്ലാത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ പാരൻസ് പറഞ്ഞു, എന്തായാലും ഒരു ചാൻസ് കൂടി ബാക്കിയുണ്ടല്ലോ, അതിന് വേണ്ടി ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു ട്രൈ ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ IIT പിന്നത്തെ വർഷം വളരെ നല്ലൊരു റാങ്കോട് കൂടി ക്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഭയങ്കര ഒരു റോള്, എൻ്റെ ഒരു അക്കാഡമിക് ജേണിയിൽ ഭയങ്കരമായിട്ടുള്ള റോള് എൻ്റെ പാരൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളും കൂടി ആലോചിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യം നമ്മൾ JEEൻ്റെ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഈ JEE എന്ന് പറഞ്ഞത് നമ്മൾ +1 +2 കുട്ടികൾ സ്കൂളിൽ പഠിച്ച സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ അവർ പഠിക്കേണ്ട NCERT സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവർ +1 +2 മുഴുവൻ സിലബസാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് അവർ 2 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട ഒരു സിലബസ് ആണ് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഈ അതേ ലെവലിൽ, അതിനേക്കാൾ മേലെ ഒരു JEE പ്രോബ്ലം സോൾവിങ് ലെവലിലൊക്കെ അവർ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത്രമാത്രം ട്രമൻഡസ് ആയിട്ടുള്ള, അത്രമാത്രം ഒരു എന്താ പറയുക, എഫേർട്ട് എടുക്കേണ്ട ഒരു ജേണിയിൽ കൂടിയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പാരൻസ് ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ കഴിഞ്ഞുള്ള ഏകദേശം ഒരു 15 ലക്ഷം കുട്ടികളൊക്കെയാണ് JEE എക്സാം എഴുതിയത്. ആൻഡ് ഈ 15 ലക്ഷം കുട്ടികളിൽ നിന്ന് IITകളിലും NITകളിലും എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആയിട്ട് ഒരു 60,000 സീറ്റാണ് ഇൻക്ലൂഡിങ് റിസർവേഷനൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പരീക്ഷയാണത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായി പഠിക്കുക മാത്രമല്ല, നമ്മളെക്കാൾ മുന്നിൽ ഓടുന്നവരെ വെട്ടിക്കുക കൂടി വേണം. അതായത് ഒരു ഓട്ട മത്സരം പോലെയോ അങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് സംഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ബോർഡ് എക്സാം എന്ന് പറയുന്നത് അതേ സമയം എന്താണ്, നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് നല്ല സ്കോർ കിട്ടും. നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 90ലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ 95ലേക്ക് എത്തിക്കാം, 100ലേക്ക് എത്തിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന റാങ്കിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നന്നായി പഠിക്കുകയും വേണം, ബാക്കിയുള്ളവരെ വെട്ടിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ആസ്പെക്റ്റ് ആണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാൻ പോകണം, മറന്നു പോകുന്ന ഒരു കാര്യം. അപ്പോൾ സാധാരണ സ്കൂൾ പരീക്ഷയിൽ നിന്നും ബോർഡ് എക്സാമിൽ നിന്നൊക്കെ ഹൈലി കോമ്പറ്റീറ്റീവായ ഒരു എക്സാമാണ്. അതും ലോകത്തിൽ തന്നെ ടഫസ്റ്റ് എക്സാംസ് എന്നറിയപ്പെടുന്ന എക്സാമാണ് ഈ IITൻ്റെ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ JEE എക്സാം എന്നൊക്കെ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ പാരൻസ് അഭിമാനത്തോടു കൂടി ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം. ഓക്കെ, എന്നിരുന്നാലും ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബോർഡ് എക്സാം പോലെ ഇത് ഭയങ്കര ഹൈ സ്കോറിങ് പരീക്ഷ ഒന്നല്ല.
ഇതിലിപ്പോൾ നമ്മുടെ കുട്ടികൾ 90% മാർക്ക് വാങ്ങുക, 95% മാർക്ക് വാങ്ങുക, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ കണക്ക് കഴിഞ്ഞ പോലത്തെ കണക്കൊക്കെ നോക്കിയാൽ ഈ 300-ൽ നടക്കുന്ന JEE പരീക്ഷയിൽ ഒരു 150 to 160 കിട്ടിയാൽ തന്നെ, അതായത് അറൗണ്ട് 50% കിട്ടിയാൽ തന്നെ ഇവർക്ക് ജനറൽ കാറ്റഗറിയിൽ നല്ലൊരു സീറ്റ് കിട്ടുന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 150-160 മാത്രം മതി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ റേഞ്ചിലേക്ക് എത്തിയാൽ പോലും ജനറൽ കാറ്റഗറിയിൽ നമ്മൾ ഒരു സീറ്റ് ഉറപ്പ് വരുന്ന സ്കോറിലേക്ക് എത്താം. എന്ന് വെച്ചാൽ അത്രയും ലോ സ്കോറിംഗ് ആണ് ഈ JEE എക്സാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കുട്ടികൾക്ക് ഇവരെ എഴുതുന്ന പരീക്ഷയിലൊക്കെ മാർക്കൊക്കെ കുറവുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് 100, 120, 130 മാർക്കൊക്കെ ചിലപ്പോൾ അവർക്ക് 300-ൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വെറുതെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ പരീക്ഷൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഇത് ലോ സ്കോറിംഗ് പരീക്ഷയാണ്. 100-ൽ നിൽക്കുന്ന കുട്ടി 150-ലേക്ക് എത്തിച്ചാൽ എന്താണ്, അവർക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. അതേസമയം 150-ലും അല്ലെങ്കിൽ 160-ലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടി 200-ലേക്ക് എത്തിയാൽ ഒരു ടോപ്പ് സീറ്റിലേക്ക് എത്താൻ പറ്റും. 200-ഉം കടന്ന് ഒരു 250 അതിലേക്കൊക്കെ എത്തിയാൽ നല്ല അടിപൊളി റാങ്കിലേക്ക്, ഏറ്റവും ടോപ്പ് നാഷണൽ ലെവൽ റാങ്കിലേക്കൊക്കെ അവർക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പരീക്ഷേൻ്റെ എന്താ പറയുക മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സിലബസ് ഒക്കെ തന്നെയാണെങ്കിലും ഈ എക്സാമിൻ്റെ സ്റ്റൈല് കൊണ്ടും ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യേണ്ട ആ ഒരു ടാസ്ക് കൊണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടും ഒക്കെ ഇത് ഇത്രയും ലോ സ്കോറിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ എക്സാം എത്രമാത്രം ടഫായിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജേണിയിലാണ് നമ്മുടെ മക്കളുള്ളത് എന്നുള്ളതൊന്ന് പാരൻസ് മനസ്സിലാക്കണം. അവരതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരെ മാനസികമായിട്ട് അവരെന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് ഞാൻ നമ്മുടെ സൈലത്തിൻ്റെ എല്ലാ ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്യും കുട്ടികളോടൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഈ ജേണിയിൽ നമ്മളെ കുട്ടികളെ ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ ടീച്ചേഴ്സ് ആയാലും സൈലത്തിലെ ടീച്ചേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളായാലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് പാരൻസിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാരൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇതേപോലെ തന്നെ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുമായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നേരിട്ട് ടീച്ചേഴ്സിനെ കാണുന്നുണ്ടാവില്ല, മെൻറ്റേഴ്സിനെ നേരിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ളത് പാരൻസ് തന്നെയാണല്ലോ. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, അവർക്ക് നന്നായി പഠിക്കാനുള്ളൊരു മുറി, അല്ലെങ്കിൽ നല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ, അവർക്ക് വേണ്ട ഒരു ഡിവൈസ്, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, കറക്റ്റ് സമയത്ത് അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ, അതേപോലെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ ലിമിറ്റഡ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കുട്ടികളുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ കിട്ടുന്നതിൽ ആ കുട്ടികൾ എന്തായാലും ഒരു 6 മണിക്കൂർ എന്തായാലും ഉറങ്ങണം, അതിൽ യാതൊരു സംശയവുമില്ല. 6 മണിക്കൂറും പിന്നെ ഒരു അഡീഷണൽ 4 hours കൂടി അവർക്ക് പേഴ്സണൽ ടൈമിന് യൂസ് ചെയ്യാം. 14 മണിക്കൂറോളം അവരെന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. അത് ഓൺലൈൻ ക്ലാസ് ആവാം, ഓഫ്ലൈൻ ക്ലാസ് ആവാം, വീഡിയോ ക്ലാസ്സുകൾ കേൾക്കലാവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യലും സ്വന്തമായിട്ട് പഠിക്കുന്ന സമയമൊക്കെ ആവാം. അപ്പോൾ ഒരു ദിവസം ഒരു 14 മണിക്കൂറിലേക്ക് അവർ പഠിക്കുന്നുണ്ട്, അവരുടെ പ്രൊഡക്റ്റീവ് ടൈം എത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതേസമയം എന്ത് ചെയ്യരുത്, ഉറക്കം മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഉറക്കത്തിലൊന്നും ഒരിക്കലും ഞാനത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാരൻസിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ട ഒരു മോറൽ സപ്പോർട്ട്. അൾട്ടിമേറ്റ്ലി കുട്ടികൾ അവർക്ക് ആൻസറബിൾ ആയിട്ടുള്ളത് അവരുടെ പാരൻസിൻ്റെ അടുത്ത് മാത്രമാണ്. ഓക്കെ, വേറെ ആരും അവർക്ക് വേണ്ടി അത്രമാത്രം എഫേർട്ട് എടുക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടി സമയവും പൈസയും റിസോഴ്സസും എനർജിയും എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കുട്ടികൾ ആൻസറബിൾ ടു പാരൻസ് ഓൺലിയാണ്. പാരൻസ് ഒരിക്കലും ജഡ്ജ്മെൻ്റലായിട്ട് അവരെ അപ്രോച്ച് ചെയ്യരുത്, അവരെ സപ്പോർട്ട് ചെയ്യണ രീതിയിൽ തന്നെ പോകണം. എല്ലാ പാരൻസും അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. പക്ഷേ പലപ്പോഴും ഈ എക്സാമിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചും ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ ലെവലിനെ കുറിച്ചും അവർക്കുള്ള ലിമിറ്റഡ് സമയത്തിനെ കുറിച്ചും അവെയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് അത്രമാത്രം നമ്മൾ മനസ്സിൽ കയറിയിട്ടുണ്ടാവാത്തത്. ആൻഡ് അതേപോലെ പ്രത്യേകം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീറ്റ് ആസ്പിറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് JEE റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ JEE 2 സീസണായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ജനുവരിയിൽ പരീക്ഷയുണ്ട്, അതുപോലെ ഏപ്രിൽ വരുന്നുണ്ട്.
അപ്പം ജനുവരി പരീക്ഷയാണ് ആദ്യത്തെ പരീക്ഷ വരാൻ പോകുന്നത്. ആ ജനുവരി പരീക്ഷ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുവാണെങ്കിൽ അതിൽ തന്നെ നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ജനുവരി പരീക്ഷയിലാണ് കോമ്പറ്റീഷൻ സാധാരണഗതിയിൽ കുറവുണ്ടാവുക. അപ്പോൾ ജനുവരി പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ പോർഷൻസ് തീർക്കുകയും അവർക്ക് കൃത്യമായുള്ള റിവിഷൻസും മോക്ക് എക്സാംസും ഒക്കെ നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് ഓൾ ടേക്കൺ കെയർ ബൈ us. അപ്പോൾ നമ്മളതെല്ലാം എന്ത് ചെയ്യും, വെൽ ഇൻ ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യണം, ഞാൻ ജനുവരി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഞാൻ ഏപ്രിലേക്കാണ് പഠിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ജനുവരി പരീക്ഷയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ജനുവരി പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിനുശേഷം ഏപ്രിലേക്ക് പഠിക്കാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു കാരണവശാലും ജനുവരി പരീക്ഷ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ലാഘവത്തോടെ അപ്രോച്ച് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. ആൻഡ് വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നീറ്റ് ആസ്പിറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീറ്റ് ആസ്പിറൻസ് സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലം ഒരു പ്രിപ്പയർ ചെയ്താൽ ഒരു സിംഗിൾ ഡേയിലാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. എന്നാൽ നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് എക്സാംസ് അവരെ കാത്തിരിക്കുന്നുണ്ട്. JEE മെയിൻ 2 സീസണിന് പുറമെ JEE അഡ്വാൻസ് ഉണ്ട്, കേരള എൻട്രൻസ് എക്സാം ഉണ്ട്, കുസാറ്റ് ഉണ്ട്, ബിറ്റ്സാറ്റ് ഉണ്ട്, VIT, അതേപോലെ SRM, ഒരുപാട് അങ്ങനത്തെ എക്സാംസുകളൊക്കെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട ആ പ്രോസസ്സൊക്കെ നമ്മൾ ഈ സൈലത്തിൻ്റെ ജീനിയസ് ചാനൽ വഴി നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്യുകയും കുട്ടികൾ ഈ പരീക്ഷകൾക്കെല്ലാം അപ്പിയർ ചെയ്ത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷകൾക്കൊന്നും അവർ അപ്പിയർ ചെയ്യുന്നുണ്ടാവില്ല. ഇതെല്ലാം ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ എത്രമാത്രം ആക്ച്വൽ എക്സാംസ് എഴുതുന്നുണ്ടോ അതിൽ കൂടെ അവർക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും അൾട്ടിമേറ്റ്ലി ആ എക്സാം എഴുതുന്ന ആ ഒരു 3 മണിക്കൂറിലാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെ റിസ്ക് ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്പിൾ എക്സാംസ് എല്ലാം അപ്പിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു എക്സാമിന് മേ ബി 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയൊക്കെ എക്സാമിന് ഫീസ് ഉണ്ടാവാം. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കാതെ നമ്മൾ 2025 അക്കാഡമിക് ഇയറിന് വേണ്ടി അഡ്മിഷന് വേണ്ടി നടക്കുന്ന എല്ലാ എൻട്രൻസ് പരീക്ഷകളും, അത് JEE ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, കുസാറ്റ് ആയിക്കോട്ടെ, ബിറ്റ്സാറ്റ് ആയിക്കോട്ടെ, ഐസർ പരീക്ഷ ആയിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെ പരീക്ഷകളുണ്ടോ അതൊക്കെ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകളാണോ അതിനൊക്കെ നമ്മുടെ കുട്ടികൾ നിർബന്ധമായി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ഇതിൻ്റെയൊക്കെ സിലബസ് മോർ ഓർ ലെസ് സെയിം തന്നെയായിരിക്കും. അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ഒരൊറ്റ കാര്യം എനിക്ക് പറയാൻ പോകണം, നമ്മൾ ആ ക്ലാസ് തുടങ്ങി, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ JEE മെയിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, എക്സാം ജനുവരിയിൽ നടക്കും. എന്നാൽ അതിന് ശേഷവും ഇനിയും എക്സാംസ് വരാനുണ്ട്. ഏപ്രിലും എക്സാം ഉണ്ട്, മെയിലും എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതുവരെയുള്ള സപ്പോർട്ട് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും കുട്ടി എന്ത് ചെയ്തു, ഇത്രയും നേരം ഞാൻ പഠിച്ചില്ല, ഇത്രയും കാലം ഞാൻ പഠിച്ചില്ല, ഞാൻ ഇനി എക്സോസ്റ്റഡ് ആയി, ഇനി ഞാൻ വീട്ടിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ റെസ്റ്റ് മോഡിലേക്ക് പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളിപ്പോഴും അക്കാഡമിക് ഇയറിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. കാരണം ഇനി എന്താ വരാൻ പോകുന്നത്, ഒരുപാട് എക്സാംസ് ഇനിയും കാത്തിരിക്കുന്നുണ്ട്. ജനുവരിയിലെ JEE കഴിഞ്ഞാൽ പോലും ഏപ്രിലെ JEEയും JEE അഡ്വാൻസും കീമും കുസാറ്റും അങ്ങനെ മെയ് മാസം വരെയോ അല്ലെങ്കിൽ ജൂൺ മാസം വരെയും ഒരുപാട് പരീക്ഷകളെ. അപ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന കുട്ടികൾ എന്തായാലും രക്ഷപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ അവർ എന്തായാലും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ടോപ്പ് കോളേജിൽ ഒരു ടോപ്പ് ബ്രാഞ്ച് അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ജേണിയിൽ നമ്മൾ മൊത്തം ടീം അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളും അതിൽ ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.